വൈ ഐ ഡോണ്ട് നോ വൈ. ബിക്കോസ് ഈവൻ ആഫ്റ്റർ കളർ ബ്ലീഡിങ് സോ മച്ച്, അല്ലെങ്കിൽ നമ്മളിപ്പം ഇത് ഇത്രയും കളർ ബ്ലീഡ് ചെയ്യുന്ന ഉറപ്പാണെങ്കിൽ പോലും വി സ്റ്റിൽ ഗോ ബാക്ക് ടു ഇൻഡിഗോസ്. വൈ? കാരണം വെച്ചാൽ എത്ര റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും ഇൻഡിഗോയുടെ ആ ഒരു പ്യുവർ ഇൻഡിഗോ ഡൈയുടെ ഭംഗി നമുക്ക് എത്ര ട്രൈ ചെയ്ത് കഴിഞ്ഞാലും, നോ മാറ്റർ ഹൗ മച്ച് ദ മിൽ പീപ്പിൾ നമ്മൾ മാസ് പ്രൊഡക്ഷൻ്റെ അകത്ത് വരുമ്പോഴും ഒക്കെ ഹൗ മച്ച് അവർ ദേ ട്രൈ ടു റീപ്രൊഡ്യൂസ് ഇറ്റ്, അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് അല്ല, അതിനൊരു എന്താ പറയുക, അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റ് ഉണ്ടാക്കാൻ നോക്കുമ്പോഴത്തേക്കും വിൽ നോട്ട് ഗെറ്റ് ദ സെയിം തിങ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതിന് ഇത്രയും ഒരു ഭംഗി, അല്ലെങ്കിൽ അതിനൊരു പ്രത്യേകത നമുക്ക് തോന്നുന്നത്. സോ ഇൻഡിഗോ ശരിക്കും പറഞ്ഞ് നമുക്ക് കുറച്ച് നേരം ഒരു ഫ്രഷ് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരം ഒന്ന് എടുത്ത് വെച്ച് കൈകാര്യം ചെയ്ത് ഒരു സാരി ഒരാളെ കാണിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് കയ്യിൽ ആ ഒരു ബ്ലൂ ഷെയ്ഡ് അറിയാൻ പറ്റും കേട്ടോ, കുറച്ചത് പറ്റും. ബിക്കോസ് കളർ ബ്ലീഡ് ചെയ്യുന്നൊരു ഇത് തന്നെയാണ്. നമുക്കൊരു വെള്ള തുണിയുടെ കൂടെ എടുത്ത് പോലും എടുത്ത് വെക്കാൻ പറ്റില്ല. നമ്മളതിനെ സ്റ്റോർ ചെയ്യുമ്പോൾ പോലും നമ്മളൊന്ന് പ്രത്യേകം തന്നെ സ്റ്റോർ ചെയ്യേണ്ട ഫാക്ടറാണ്, ഒരു പ്രോഡക്റ്റാണ് ഇൻഡിഗോസ്. അപ്പം ഇന്ന് നമുക്ക് ഒരു 3 ഇൻഡിഗോ സാരീസ് നമുക്കതൊരു ഒക്കേഷണലായിട്ട് വെയർ ചെയ്യാനും പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് ലുക്ക്. ആ ഒരു ഡയഗണൽ ആയിട്ടുള്ള ഇതൊരു ഒക്കേഷണൽ വെയർ കാറ്റഗറിയിൽ നമുക്ക് ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കല്യാണം ആണെങ്കിൽ പോലും നമ്മൾ ആ ഒരു സിൽക്ക് ഫാക്ടർ അധികം യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ആക്ച്വലി വൺ ഗുഡ് ഓപ്ഷൻ. നമുക്ക് ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് ഇതിൻ്റെ ഫീൽ തന്നെയാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസും അതുപോലെ ഭംഗിയിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ബ്ലൗസ്, ആ ഒരു ബനാറസി സ്റ്റൈലാണ് മൊത്തത്തിൽ. ആൻഡ് എവ്രിബഡി ലവ് ബനാറസി. ഈ അടുത്തായിട്ട് നമുക്ക് ഒരുപാട്, പക്ഷെ അതിനകത്ത് ബനാറസിക്കകത്ത് തന്നെ വന്നിരിക്കുന്നതിനകത്ത് ഒരു വണ്ടർഫുൾ വേരിയേഷനാണ് ഈ ഒരു ലുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ദിസ് ഇസ് ലൈക്ക് എൻ ഇൻഡിഗോ കളക്ഷൻ. 3 ഡിസൈൻസ് ആണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. ഓൺലി 3 ഡിസൈൻസ് ഓൺലി. ആൻഡ് അതിനകത്ത് നമുക്ക് ഭയങ്കര ഗ്രാൻഡായിട്ട് വന്നിരിക്കുന്ന ആ ഒരു കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു പല്ലു പോർഷനും കൂടി അതിനകത്ത് വന്നിട്ടുണ്ട്. ആൻഡ് ഇത് ബത്തീക്കിൽ ഇൻഡിഗോ ചെയ്തേക്കുന്നതാണ് കേട്ടോ. ദിസ് ഡസൻ ഹാവ് പോളിയസ്റ്റർ, ദി കോൾ ഇറ്റ് റഷ്യൻ സിൽക്ക്. അപ്പോൾ കുറച്ചൊരു വിസ്കോസ് ബ്ലെൻഡ് വരുന്ന ഫാബ്രിക്കാണ്. പക്ഷെ അതിനകത്ത് ഒരു കോട്ടൻ്റെ ഒക്കെ ഒരു ബ്ലെൻഡ് വരുന്നത്. പോളിയസ്റ്റേഴ്സ് കുറച്ച് പോലും ഇല്ല കേട്ടോ. സോ ദിസ് ഇസ് നോട്ട് സിന്തറ്റിക്. ആൻഡ് ഐ മോസ്റ്റ്ലി ട്രൈ ടു സോഴ്സ് ഫ്രം ഒരു ജയ്പൂർ ഏരിയ, ബിക്കോസ് എനിക്ക് ഏകദേശം ഉറപ്പാണ്. ബിക്കോസ് അവരുടെ ഒരു ടെക്നിക്സ് ഉണ്ടല്ലോ, അത് നാച്ചുറൽ പ്രോസസ്സ്, കൂടുതലും അങ്ങനത്തെ ഉള്ള പ്രോസസ്സിനകത്തൊന്നും ദേ കനോട്ട് ആക്ച്വലി യൂസ്, അല്ലെങ്കിൽ അവരുടെ പ്രോസസ്സിൻ്റെ അകത്ത് പോളിസ്റ്റേഴ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് മോസ്റ്റ്ലി ദിസ് ഇസ് ഗോയിങ് ടു ബി അബ്സോർബിങ് കൂടുതലായിട്ടുള്ള ഫാബ്രിക്സ് മാത്രമേ ഇവിടെ വരത്തുള്ളൂ കൂടുതലായിട്ടും. ദിസ് ഇസ് വൺ ലുക്ക്. നെക്സ്റ്റ് ലുക്ക് കുറച്ചും കൂടി ഒരു ഗ്രാൻഡ് ഫീലാണ്. കാരണം അതിൻ്റെ ബോർഡർ ഇസ് പ്രിറ്റി, ഒരു സെറിയിൽ ഫുൾ ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡാണ്, നല്ല ഭംഗിയുള്ളതാണ്. ആൻഡ് ഇത് കണ്ടോ, യു ക്യാൻ ആക്ച്വലി സീ ദിസ് ഇൻ എന്താ പറയുക, ഒരു ബ്ലോക്ക് പ്രിന്റ് ചെയ്തേക്കുന്നതിൻ്റെ ഒത്തൻറ്റിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു ഇത് വരുന്ന സ്റ്റിക്കേഴ്സ് യു ക്യാൻ സീ. ആൻഡ് ഇതാണ് എൻ്റെ പല്ലു വരുന്നത്. ബ്ലൗസും ഭംഗിയാണ്. ബ്ലൗസിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു ഏകദേശം ഒരു ടിഷ്യൂവിൻ്റെ ഫീലാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. യു ക്യാൻ സീ ഇറ്റ് ക്ലിയർലി. യെസ്. ആൻഡ് ആ ഒരു ജോമെട്രിക് പാറ്റേണിൻ്റെ അകത്ത് നല്ല രസമാണ്. ഫുൾ ആ ഒരു സിഗ്സാക്ട് പാറ്റേണിൻ്റെ അകത്ത് വന്നിട്ട് ആ ഒരു ബത്തീക്ക് ലുക്കും കൂടെ ആയിട്ടാണ് വരുന്നത്. ഫ്ലോയി ആയിട്ടുള്ള ഒരു ഫീലാണ് കേട്ടോ. ഭയങ്കര സ്റ്റിഫൊന്നും അല്ല. അതിനകത്ത് സ്റ്റിഫ്നെസ് വരുന്നത് ആകെ അതിൻ്റെ ആ ഒരു ബോർഡറിൻ്റെ ഭാഗത്ത് സെറിയുടെ ഒരു സ്റ്റിഫ്നെസ് ആണ്. ആൻഡ് ഇതിൻ്റെ ഇൻസൈഡിൽ നമുക്കിത് പവലൂം ബേസ്ഡ് ആണ് കേട്ടോ. ഹാൻഡ്ലൂം ഒന്നുമല്ല, പവലൂമിൽ തന്നെ വന്നിരിക്കുന്ന സാരിയാണ്. ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടതിൻ്റെ അകത്തൊക്കെയും യു കുഡ് ആക്ച്വലി സീ ഒരു ബോർഡറിലായിരുന്നു സെറി കൂടുതലായിട്ട് വന്നിട്ടായിരുന്നത്. സോ ദിസ് വൺ ഇസ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി എംറ്റിയർ ആയിട്ടുള്ള ഒരു ഫീലിൽ വന്നിട്ടുള്ള ബോർഡറാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ബത്തീക്ക് ഒരു ഫിഷ് സ്കെയിൽ പാറ്റേണിൽ വരുന്ന ബോർഡർ മാത്രം വന്നിട്ട് ബോഡി ഫുള്ള് ഒരു സെറി. അപ്പോൾ ഇത് ഞാൻ ഭയങ്കര നല്ലൊരു ഒക്കേഷണൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ്. പല്ലുവിൽ ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഒന്നും സെയിം പ്രിന്റ് മാത്രമേ വരുന്നുള്ളൂ, സെറി അതിൻ്റെ അകത്ത് വരുന്നില്ല. യു ക്യാൻ സീ ഹൗ ഫ്ലോയി ദ മെറ്റീരിയൽ ഇസ് ഇൻ ദിസ് വൺ ആക്ച്വലി. ആൻഡ് ബ്ലൗസ് വന്നിരിക്കുന്നത് അഗൈൻ ഒരു ബനാറസി ലുക്ക് വിത്ത് ബോർഡർ പാറ്റേണും കൂടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഫ്ലോറൽ പാറ്റേണിൻ്റെ അകത്ത് ചെയ്തേക്കുന്ന ലുക്കാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് പോർഷനും യു ക്യാൻ ആക്ച്വലി സീ ആ ഒരു ല്യൂറെക്സ് സെറിയാണ്, ഗോൾഡൻ്റെ ല്യൂറെക്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പം 1 ലെയർ ഒക്കെ ഇടുമ്പോഴത്തേക്ക് യു ക്യാൻ ആക്ച്വലി ഫീൽ ദ ല്യൂറെക്സ്. ഭയങ്കര റഫ് അല്ല, ഇറ്റ്സ്
പ്രിട്ടി കംഫർട്ടബിൾ ടു ക്യാരി എന്ന് വെച്ചാൽ ഡ്യൂറക്സ് ആണ്, അതുകൊണ്ട് പ്ലെയിൻ മെറ്റീരിയലിൻ്റെ വരുന്നതിനെക്കാട്ടിലും ഒരു വ്യത്യാസം വരും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഭയങ്കര റഫ് ഓൺ യുവർ സ്കിൻ ആൻഡ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ ടു ക്യാരി എന്നൊന്നുമില്ല കേട്ടോ. ഇറ്റ്സ് പ്രിട്ടി കൺവീനിയൻറ്റ് ടു ക്യാരി എന്നോൾ. പക്ഷെ നല്ല രസമായിരിക്കും. ആ ഒരു ബ്ലൗസിൻ്റെ ലുക്കും കൂടെ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അതൊരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും നമ്മൾ പെയർ ചെയ്ത് വരുമ്പോഴത്തേക്ക്. അപ്പം ഇന്നത്തെ 3 ഇൻഡിഗോ സാരീസ് റഷ്യൻ സിൽക്കിൻ്റെ ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ബേസിക്കലി അതിനകത്ത് വിസ്കോസ് കണ്ടൻറ്റും കൂടി വരുന്നുണ്ട്. ദർ ഇസ് നോ പോളിയസ്റ്റേഴ്സ് ആൻഡ് ചെക്ക് ഔട്ട് ആൽ കൾച്ചറിൻ്റെ ഒരു 3 ഇൻഡിഗോ ലുക്സ്.